ഏയ് വേണ്ട, എനിക്ക് വീഡിയോ പിടിക്കാന്. ആണോ? പാട്ടാണോ? ഒന്ന് പിടിച്ചിരുന്നോ കേട്ടോ. ഒന്നും പൊട്ടവഴി മാത്രം തെരഞ്ഞെടുത്തിട്ട് ഓടിക്കുന്നത്. എന്താ തോന്നണേ? ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചത്. ആ, ഗുഡ് മോർണിംഗ് ഗൈസ്. ട്രാവൽ ബസ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 11 മണിയാകുമ്പോൾ താറ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് കുറേ നാളായി താറ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് അവർ പറ്റിക്കണം. പക്ഷെ കൊണ്ടുവന്നിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും അതിന് മുന്നത്തെ ദിവസം വിളിച്ചപ്പോഴും ഒരു ദിവസം കുന്നംകുളത്തും പിന്നെ ഒരു ദിവസം എന്താ ചാവക്കാടോ ഗുരുവായൂർ ആ സൈഡിലെങ്ങാണ്ടാണ്. അപ്പോൾ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു, ഉച്ച കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇന്ന് അവർ പറഞ്ഞിട്ടുണ്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും എത്താം, നമുക്ക് വണ്ടി ഓടിച്ചു നോക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറ്റി നോക്കാനായിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാനുള്ള പരിപാടിക്കൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവർ 11 മണിക്കാണ് വരുള്ളൂ. അതിന് മുന്നേ ആയിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട് പണിയുന്ന സ്ഥലത്ത് ഇന്നലെ തേപ്പും കാര്യങ്ങളൊക്കെ നടന്നു. ഒരു ബാത്റൂം 2 ബാത്റൂം തേച്ചു, അതുപോലെ സൺഷൈഡിൻ്റെ മുകളിലുള്ള ഒരു ഗ്യാപ്പ് തേച്ചു. അപ്പോൾ അവിടെ പോയിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് നനച്ചിട്ട് വേണം വരാനായിട്ട്. പിന്നെ ഉച്ച കഴിഞ്ഞ് വീണ്ടും പോയിട്ട് ഒന്നുകൂടി നനയ്ക്കണം. അപ്പോൾ 2 പ്രാവശ്യം നനയ്ക്കാനായിട്ട് പോകണം. ഇന്ന് പണിക്കാരവിടെ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിലയിട്ടാലേ ഇനിയുള്ള പണി നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച മുതലാണ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. ചാള കൊടുക്കുക. നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. മീന ഞാൻ ഉദ്ദേശിച്ചു, മീനുണ്ടല്ലോ. ചാള തന്നെ വേണമെന്നില്ലല്ലോ, മീനായാൽ മതിയില്ല. അപ്പോൾ ആ ഒരു സംഭവം അങ്ങനെ. പിന്നെ നമ്മൾ പറഞ്ഞു തന്നു ചാളയുടെ ഇടയ്ക്ക് മറന്നു പോയില്ല. എന്തുണ്ടായിരുന്നു? നില കിട്ടിയാലാണ് പണിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിങ്കളാഴ്ചയാണ് വരുള്ളൂ. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ താറ് ഇന്ന് കൊണ്ടുവരുമ്പോഴേക്കും, അതായത് ഒരു 11 മണി 12 മണിയൊക്കെ കഴിയുമ്പോഴേക്കും കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും നമുക്ക് പോയിട്ട് തിരിച്ചു വരണം. അതാണ് അടുത്തൊരു പരിപാടി. പിന്നെ രണ്ടാമത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ വേറൊരു പ്ലോട്ടുണ്ട്, അവിടെ നമ്മൾ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്ലോട്ടിൻ്റെ അവിടം വരെ ജസ്റ്റ് ഒന്ന് പോയി അവിടെ ചെറുത് എന്താ ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് ഏതാണെന്ന് നോക്കി എന്താ പറയുക അതൊന്ന് നോക്കിയിട്ട് രേഖപ്പെടുത്തി ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്ഥലത്ത് കോളനിപ്പടിയുടെ അടുത്ത സ്ഥലത്ത് ആ പോണങ്ങാട്ടുള്ള സ്ഥലത്ത് അതെ. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കും. അപ്പോൾ അവിടെ പോയി എന്താ പറയുക അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അപ്പോൾ അങ്ങനെ 2-3 ചെറിയ ചെറിയ പരിപാടികൾക്ക് ശേഷം നമ്മൾ താറ് ഓടിക്കാൻ പോകുന്നതായിരിക്കും. അപ്പം നേരെ നമുക്ക് ഇപ്പോൾ അവിടെ പോകും. ഇതെന്ത് നിങ്ങളുടെ മുഖത്തൊക്കെ ആകെ ഇതാണല്ലോ, മുരിയൊക്കെയാണല്ലോ. എന്നാൽ ശരി, എന്തെങ്കിലും അവിടെ നമുക്ക് പോവാം. വാ. മതിലൊക്കെ കെട്ടിയിട്ട് അതുപോലെ ഫ്രണ്ടിൽ ചെറിയൊരു ഏയൊക്കെ ആയി വീടിന്റെ. ഞാൻ ഇപ്പഴാ കാണണേ. മതില് ഇങ്ങനെ ഒരു ബോർഡർ കുറച്ച് കെട്ടി, അതുകൊണ്ട് തന്നെ നോക്കുമ്പോ കുറേ മിറ്റുള്ള പോലെ ഫീൽ ചെയ്യാട്ടാ. അതുപോലെ പാറ പൊട്ടിച്ചെന്ന് പറഞ്ഞത് കാറ് പാർക്ക് ചെയ്തു. 2-3 കാറ് പാർക്ക് ചെയ്യാൻ പറ്റും. ഇതിവിടെ ഈ പാറ പൊട്ടിച്ചു എന്നും പറഞ്ഞിട്ട് അവിടെ പൊട്ടിച്ചില്ലല്ലോ. എവിടെയാ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചില്ലല്ലോ. പൊട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ പാറ പൊട്ടിക്കാനായിട്ട് മരുന്ന് ഒഴിച്ചത് കുഴി അടിച്ചിട്ട് ആ സംഭവങ്ങളാണ് ഇത് ഇങ്ങനെ ചിന്നിരിക്കണ കണ്ട. ഇങ്ങനെ ചിന്നിരിക്കുള്ളൂ. ഇത് നമ്മൾ ഇനി JCB കൊണ്ട് വലിച്ച് ഓരോന്ന് ഇതുണ്ട്. ഇവിടെയൊക്കെ JCB കൊണ്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തം അതൊന്നും പോന്നേക്കണ കണ്ട. കണ്ട ഈ ഉണ്ടക്കല്ലുകൾ മുഴുവൻ ഇങ്ങനെ പോരും. ഇതേ ഇനി ഇതില് JCB വലിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയി മരുന്ന് ഒഴിച്ചിട്ടുള്ള കുഴികൾ ഇതേ കണ്ട. അതിങ്ങനെ ഉള്ളിൽ കാണാം. അതുപോലെ ഇവിടെ അടർന്നിരിക്കുന്നുണ്ട് മൊത്തം. പൊട്ടിത്തെറിക്ക് വികസിക്കണത് പതഞ്ഞു പൊത്തണത് കണ്ടിട്ടില്ലേ ഒരു സാധനം? അതല്ല സംഭവം. ഇവിടത്തെ കല്ലുകളൊക്കെ ഇവിടെ അയ്യോ ഇതൊക്കെ പൊടിഞ്ഞു പോയില്ലേ. ഇതൊക്കെ പൊട്ടിത് ഇതൊക്കെ അകന്ന് പോയി. അയ്യോ, അപ്പൊ ഇങ്ങനെ എല്ലാ സംഭവങ്ങളും ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ പൂവും അവന്റെ മൂട്ടീന്ന് പറമ്പല്ല ഡ്രസ് ഇതേ ഉറുമ്പൂട്ടില് നിക്കണേ. ഉറുമ്പിന്റെ കടികൊള്ളു. ഒട്ടിക്കേണ്ട സ്ഥലമില്ലേ, ഒട്ടിക്കേണ്ട സ്ഥലം ഗ്രിപ്പാക്കിയിട്ട് ഇങ്ങനെ ഇട്ടായിരുന്നു. മറ്റേത്
നിലവിൽ നന്നായിട്ട് തേച്ചിട്ടേക്കണം. അപ്പൊ അങ്ങനെ ഇതും ബാത്റൂം തേച്ച് കഴിഞ്ഞു, അതുപോലെ തന്നെ ഇതും ബാത്റൂം തേച്ച് കഴിഞ്ഞു. അപ്പൊ 2 തേപ്പ് അതിന് ഫുള്ള് ചെയ്തു. ഒന്ന് സൺഷൈഡിന്റെ പുറവും ഒന്ന് ബാത്റൂം. ഇനി ഈ റൂമൊക്കെ തേക്കണമെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിലയിടണം. അപ്പൊ നില ഇട്ടാലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇന്ന് നില കൊണ്ടുവരാന്ന് പറഞ്ഞേക്കണം. അപ്പൊ നാളെ ഞായറാഴ്ച കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ പണിയാന്നാണ് പറഞ്ഞേക്കണം. എന്താവും അറിയില്ലത്. ഈ ബാത്റൂമും അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിലവില് അങ്ങനെയാണ് സംഭവം. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ഈ പറമ്പോളെ പണി കഴിയുമ്പോ എങ്ങനെ ഇരിക്കും. ഇതിൽ നോക്കിയൊരു നീല കളർ ഉണ്ടോ? അത് ഞാൻ വെറുതെ ഒരു ചാക്കിട്ടതാ മോളില്. അത് ഇതിവിടെ മഞ്ഞ ചാക്കിട്ടതാ. അപ്പൊ നോക്കി മഞ്ഞ ചാക്കിട്ടപ്പോ മഞ്ഞ കളറ്. ഏത് സൈസിലുള്ള ഗ്ലാസ് ആണ് നമ്മൾ മുകളിലിടുന്നത് അതേപോലെ ഏത് കളറാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് താഴത്തേക്ക് വരും. ഇങ്ങോട്ട് കടിക്ക് ദിവസം തേപ്പം കഴിയുമ്പോൾ നമ്മൾ എല്ലാ ഓട്ടയും തുറക്കും. അടിപൊളിയായിട്ട് ലൈറ്റ് ഇട്ട പോലെ എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. നല്ല അടിപൊളിയാവും. നാച്ചുറൽ ലൈറ്റ് പൊളിച്ചല്ലോ. ആഹാ, അയ്യോ. ഇതപ്പോ JCB കൊണ്ടപ്പോ സിമ്പിൾ ആയിട്ട് പറ്റൂലേ. ഇതേപോലെ മൊത്തം ഞങ്ങള് പീസാക്കി വേണ്ട എടുക്കണ്ട അതധികം താഴ്ചയൊന്നുമില്ലല്ലോ. ഒരു ഉരുളം കല്യാണത്. ഇതും അതും എല്ലാം ഇത്ര വലിപ്പം അത്ര വലിയ. ഇനി മാറാ, ഇനി ഞാൻ കാണിച്ചു തരാം. അതവിടെ ഇരിക്കട്ടെ, വേറെ കാണിച്ചു തരാം. നീ വേറെ പരിപാടി കാണിച്ചു തരാം. മാറും മരുന്നല്ലത്. വെള്ളം പറ്റി ശ്രദ്ധിച്ച് നിനക്ക് ചെയ്യാനറിയില്ല. ഞാനെന്തായാലും കാണിക്കാം. മതി. ഇവിടുത്തെ നനയും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളെ താറിന്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് 11 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്താമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു 11 മണിക്ക് വേണ്ട, ഞങ്ങൾ ചിലപ്പോൾ എത്തുമ്പോൾ നേരം വൈകും. അപ്പൊ അതിനെ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ഇവിടെ റേഞ്ച് കിട്ടില്ല. അപ്പൊ നേരെ നമുക്ക് കയ്യോടെ റോഡിന്റെ അവിടേക്ക് പോവാം. അപ്പൊ അവിടെ പോയിട്ട് ആദ്യം വിളിച്ച് ചോദിക്കാം. ഇപ്പൊ തന്നെ വരും എന്ന് പറഞ്ഞാൽ നേരെ വീട്ടിലേക്ക് വന്നിട്ട് ചെന്നിട്ട് താറൊന്ന് പിരിക്കാം അല്ലേ. മുത്ത് കയറിയിട്ടില്ല, ഉള്ളി കയറി യാത്ര ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം നമുക്ക് അവരൊന്ന് വിളിച്ചോക്കാം. ഗായ്സ്, നമ്മൾ അവര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ദേ നമ്മുടെ വീട്ടില് വണ്ടി കയറ്റി നിർത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു 5 മിനിറ്റ് ദേ എത്തണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വീട് എത്താറായി. വണ്ടി അവിടെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഗേറ്റ് തുറന്ന് കിടക്കണേ. അവർ കയറ്റിയിട്ടുണ്ട് അവര്. അപ്പൊ നമ്മുടെ കാറ് താൽക്കാലികമായിട്ട് നമുക്ക് പുറത്ത് ഇവിടെ ഇടാം. എന്നിട്ട് നോക്കാം. മുത്തം നോക്കി അങ്ങനെ താറ് വന്ന് കയറി. താറ് വന്ന് വീട്ടിൽ കയറിയിട്ട കാണില്ല. കറുപ്പ് കളറായ കാരണം വീട്ടിലിടുമ്പോഴേ വണ്ടി കാണാനില്ല. വെള്ള വണ്ടിയാ നല്ലതല്ലേ വീട്ടിലേക്ക്. സംഭവം ശരിയാ, വീടിന്റെ വെള്ള കളറായ കാരണേ. പക്ഷെ നോക്കി നോക്കാം, എന്തായാലും വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയേക്കാം. കുറച്ചു നേരം ആയിരുന്നു കൊണ്ടിട്ട് അവര് വന്നിട്ട്. വണ്ടി കുഴപ്പമില്ല, വീടിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ബ്ലാക്ക് ആയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് ഓടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ഞങ്ങൾ 5 പേരുണ്ട്. നിതയും ചേച്ചിയും പിന്നെ മുത്തും പുറകിലേക്ക് അങ്ങോട്ട് കയറി. എങ്ങനെ ഇരിക്കാൻ പറ്റണ്ടാ? അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനൊക്കെ പറ്റും അല്ലേ? അപ്പോൾ ദേ ചേട്ടനും വന്നിട്ട്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ബ്രോവിൻ എന്നാണ് കേട്ടോ ആളുടെ പേര്. ചേച്ചീനെ പിന്നെ സ്വാതിച്ചിനെ അറിയായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ള ആൾക്കാർക്ക്. അപ്പോൾ നമുക്ക് ഒരു റൗണ്ട് ഒന്ന് ഓടിച്ചു നോക്കാം. സാധാരണ നമ്മൾ ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ ഉള്ള താറ് ഓടിച്ചു നോക്കിയിട്ടില്ല. ആകെ ആക്സിലേറ്ററും ബ്രേക്കും മാത്രമേ ഇതിനൊരു സാധനഗതിയും കൂടുതലുണ്ട്, ക്ലച്ച് ഗതിയും കൂടുതലുണ്ട്. പിന്നെ ഒരു ഗിയർ ഇവിടെ കുറവുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു പോർഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതായിരുന്നു വരിക, 4 വീൽ ഡ്രൈവിന്റെ ഗിയർ അല്ലേ. അതിന് പകരം ഇതിന്റെ ഇവിടെ നമുക്ക് മൊബൈലോ എന്തെങ്കിലും വെക്കാനുള്ളൊരു ചെറിയ പോർഷനായിട്ടുണ്ട് അല്ലേ. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓടിച്ചിട്ടുള്ള താറിൽ നിന്നും മീറ്റർ കൺസോളോ അല്ലെങ്കിൽ വേറെ ഒരു വ്യത്യാസവും ഇല്ല ചേട്ടാ. ഒരു വ്യത്യാസം ഒന്നുമില്ല. സ്റ്റിയറിംഗ് അതേപോലെ തന്നെ ടിൽറ്റഡ് ആണ്. ടെലിസ്കോപ്പ് ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് മാത്രം ഉണ്ട്. പിന്നെ ഇപ്പോ വണ്ടിയിൽ നേരത്തെ കയറിയ വണ്ടിയിൽ വ്യത്യാസമായി ഒന്നുമില്ല അല്ലേ, എല്ലാം അതേപോലെ. അവനെ താറ് മതി എന്നുള്ളൊരു ആഗ്രഹം കാരണം ഇനി അവൻ പൂഴ്ത്തിക്കൊണ്ടേയിരിക്കും. താറിനെ നിങ്ങളുടെ കമ്പനിക്ക് പൂഴ്ത്താൻ ഒരാൾ വേണമെങ്കിൽ അവനെ വിളിച്ചോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഗിയർ ഇട്ടിട്ട് എങ്ങനെയുണ്ട് സംഭവം, സീറ്റിംഗ് പൊസിഷനോ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പെർഫെക്റ്റ് ആക്കട്ടെ. എന്നിട്ട് ഒന്ന് ഓടിച്ചിട്ട് വിവരം പറയാട്ടോ. റിലീസ് ചെയ്യുമ്പോൾ കയറ്റത്തേക്ക് നിർത്തിയെടുക്കുമ്പോ ഇനീഷ്യൽ ടോർക്ക് കുറവല്ലേ. അത് 300 തന്നെ ടോർക്ക് കിട്ടുന്നത് 4 വീൽ ഡ്രൈവിലാണ്. അത് എംഹോക്ക് എഞ്ചിനാണെന്നുണ്ടെങ്കിൽ
അത്യാവശ്യം ഒരു 1300 സംതിങ് RPM കിട്ടും. ഇതിലാകുമ്പോ ഒരു ടർബോ ലാഗ് ഉണ്ട്, 2000 കിടക്കണം. അതുകൊണ്ട് ഇനീഷ്യലി നമുക്ക് കയറ്റത്തൊക്കെ നിർത്തി വണ്ടി എടുക്കുമ്പോ കയറി പോകും. RPM കയറി പോകും. ആദ്യമായിട്ടാണ് അപ്പൊ താറ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ ഇറക്കാൻ പോകുന്നത് അല്ലേ? ഇപ്പൊ ഞാൻ എന്റെ ഉത്തരവാദിത്തമാണോ? ഇവിടെ സ്ഥലമുണ്ട്, അങ്ങടെ വെരി ഗുഡ്. അയ്യോ അത് വേണ്ട, ഇഷ്ടം പോലെ സ്ഥലം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നേരെ പോയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്നോടെ എന്റെ ഐഡിയയിലൊന്ന് കയറി നോക്കട്ടെ. ഇറക്കണ പോലെയല്ല, കയറ്റുമ്പോളേ അങ്ങനെയാണ് വ്യത്യാസം. അപ്പൊ പിന്നെ ഈ ചേട്ടൻ ഇനി അടുത്ത തിരിച്ചു വരുമ്പോ നമുക്ക് ഇവിടെ കയറ്റി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തേ ഇത് ഇങ്ങനെ താത്തിയിട്ട് വേണം റിവേഴ്സ് ഗിയർ ഇടുന്ന സാധാരണ ഇടുന്ന പോലെയല്ല. ഈ ഒരു സാധനം ഇല്ലേ, ഇത് പിടിച്ച് ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് വേണം റിവേഴ്സ് ഇടാൻ വേണ്ടിട്ട്. അപ്പൊ അത് പഠിച്ചില്ലേ? ഞാൻ പഠിച്ചിട്ടില്ല. ഇതിന്റെ ഒരു കാര്യം മനസ്സിലായത്, ഇത് നമ്മുടെ XV500 വലിപ്പം ഇല്ലേ വണ്ടി. മിറർ അത്രയ്ക്ക് പ്രൊജക്ഷൻ നിൽക്കണ്ടാവില്ലേ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ മിറർ അടച്ചാലേ അതിന്റെ ഉള്ളിൽ കയറുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് അതിനും ചെറുതാണ് വണ്ടി, അപ്പൊ പേടിക്കാനില്ല. അത് നമ്മള് 2 കൊല്ലം കയറ്റിയിട്ട് 2-3 കൊല്ലം ഇവിടെ കയറ്റിയിട്ടുള്ളതാ. അപ്പൊ പിന്നെ പ്രശ്നമില്ല. ഇഷ്ടം പോലെ ഇപ്പൊ ഇവിടെ ഫുൾ ചേർന്ന് വന്നാലും അവിടെ ഒരു ഒരടിയുടെ താഴെ ഗ്യാപ്പ് ഉണ്ട്. പിന്നെ വീൽ ബേസ് ഇപ്പൊ മിറർ മടക്കി വെച്ച് കഴിഞ്ഞാൽ ഒരടി ഗ്യാപ്പ് ഉണ്ട് 2 സൈഡിലും. ഇഷ്ടം പോലെ മതി. അപ്പൊ ഇനിയിപ്പോ കേരള കാര്യത്തിൽ തർക്കമില്ല. സമാധാനമായി. അതായിരുന്നു ടെൻഷൻ. ഇനി നമ്മളുടെ ഒറ്റയടിക്ക് നമ്മൾ ഒടിച്ചു പോകും എന്നുള്ളതാണ് പുറത്തേക്ക്. അത് പറ്റുമോ? അത് ഇവന് ഒടി കുറവായ കാരണം പറയാൻ പറ്റില്ല. നമ്മളുടെ കാർ ഒടിച്ചു കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. പകുതിയിലേക്കാണ് ചെന്ന് നിൽക്കുള്ളൂ. അപ്പൊ ഒടി മറ്റുള്ളതിനെ അപേക്ഷിച്ച് ലേശം കുറവാണ്. ഇതൊക്കെ പഠിക്കണം കേട്ടോ. നാളെ ഒരു വണ്ടി എടുക്കാനുള്ളതാ അല്ല. സ്വിഫ്റ്റ് കൊടുക്കണില്ലല്ലോ? ഇല്ല, എനിക്കത് മതി. ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിൽ ഞാൻ ഓടിക്കാം. പുതിയത് ഓടിക്കുമ്പോ പേടിയാവാ. ഇത് സെക്കൻഡ് ഹാൻഡ്, പുതിയതല്ല. 22,943 കിലോമീറ്റർ ഓടിയുണ്ട്. കുറെ ഓടിച്ചിട്ടുണ്ട് ഇവര്. അതും അറിയില്ലാത്ത ആൾക്കാരെ കൂടുതൽ ഓടിച്ചിട്ടുണ്ടാവുക അല്ലെ? പുതിയത് ഓടിക്കുമ്പോഴേ കോറിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചീത്ത വെക്കുമ്പോ നമുക്ക് ഇങ്ങടേക്ക് പോവാം. ഓടി പോകുമ്പോ ദേശം തിരക്ക് ഉണ്ടാവും വിചാരിക്കാം. ബ്രേക്കും അതേപോലെ മറ്റേ വണ്ടിയുടെ സെയിം തന്നെയല്ലേ? പിന്നെ അതുപോലെ തന്നെ ബാക്ക് ഡിസ്ക് അല്ല, ഡ്രം ആയിരിക്കും അല്ലേ? അയ്യോ അയ്യോ, ഞാൻ ഇത്തിരി കേറി നിന്നായിരുന്നു. ഈശോ, ഏയ് പ്രതീക്ഷ ഇത് ഡെസേർട്ട് ഡ്രൈവ് പോലെ കഴിയല്ലോ. പ്രതീക്ഷ ഇത് മരുഭൂമിയായിട്ട് തോന്നുന്നുണ്ടോ ഈ റോഡ്? ഇനീഷ്യൽ പവറും വേറൊന്നുമില്ല, ഗിയർ ഉണ്ടായിട്ട് അത് റണ്ണിങ്ങിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തപ്പോൾ കൊടുക്കും. റണ്ണിങ് അതായത് ഡ്രൈവിൽ കിടക്കുമ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ആക്കി ഇതാ ഒരു മരിക്കില്ലാത്തോണോ? ശരി ശരി ശരി. മറ്റേ വണ്ടിയുടെ പോലെ പവർ ചെയ്ത് ഓടിക്കുമ്പോഴത്തൊരു ഇത് തോന്നുന്നത് വെച്ചാൽ മറ്റേ വണ്ടി ഇങ്ങനെ എടുത്ത് നിൽക്കും. അതിങ്ങനെ കൊടുക്കില്ല. ശരിക്കും പറഞ്ഞ ഈ വണ്ടി ഒരു 15-16 ആവറേജ് മൈലേജ് കിട്ടും. നമുക്ക് പവർ ഇല്ല, ഞാൻ ജസ്റ്റ് ഓടിച്ച് കിട്ടണ കാര്യതാണ് 2000 RPM കടന്നാലാണ് ടർബോന്റെ പവർ കിട്ടുമ്പോൾ. അപ്പൊ അതിന്റെ താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടും. നമുക്ക് അത് ആവശ്യമുള്ളൂ. അപ്പൊ അതിന് കുഴപ്പമില്ല. പവർ ഓടിക്കുന്ന ആൾക്കാണെന്നുണ്ടെങ്കിൽ RPM ഇത്തിരി കയറ്റി കയറി മാറി ഓടിച്ചു കഴിഞ്ഞാൽ പവറും കിട്ടും. അത് ശരി തന്നെയാണ്. നിലവിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മളപ്പോ ഇത് സ്ലോ ആവുമ്പോ മാക്സിമം ഈ വണ്ടിയെ ഇപ്പൊ 5th ഗിയറിലാണെങ്കിൽ ഒരു അടി വരാണ്ട് എത്ര വരെ പോകും എന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ഒരു 30 വരെ ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ട് ബ്രേക്കുമ്പോൾ കാല് വെച്ചിട്ട് ഗിയറും മാറാണ്ട് അടിക്കുന്നില്ല. 20 ആയിട്ട് പിന്നെ കൊടുത്താൽ കേറില്ല. പക്ഷെ മറ്റേ എംഹോക്ക് എഞ്ചിനാണെന്ന് വെച്ചാൽ അപ്പൊ കൊടുത്ത അപ്പൊ എന്നാ വ്യത്യാസം കാട്ടി. 2000 കടന്നാല് രണ്ടിന്റെ മുകളിൽ നോക്കണം. രണ്ടിന്റെ മുകളിൽ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ കയറുന്ന നോക്കാം.
ഇതിന്റെ മുകളിലാവണ്ട 1.5 കഴിയുമ്പോഴേക്കും കൊടുക്കുമ്പോൾ വ്യത്യാസമുണ്ട്. പക്ഷെ തീരെ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയറിൽ പക്ഷെ അടിയില്ല കേട്ടോ. സാധാരണ ഗിയർ മാറ്റാണ്ട് പിന്നെ ഓടിക്കാൻ പറ്റില്ലല്ലോ, ആ ഒരു അടി വരുന്നില്ല. ഏത് ഗിയർ മാറ്റിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഹലോ ഇതാ ഗിയർ മാറ്റാൻ മറന്നു വെച്ചിട്ടുള്ള പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഞാൻ അടിയില്ലേ ആ പ്രശ്നമില്ല. സാധാരണ വണ്ടികളെന്ന് കറക്റ്റ് ഗിയർ മാറ്റിയില്ലെങ്കിൽ ഡീസലും ആവുമ്പോ ശരിക്കും അറിയും അത്. അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പൊ അത് കാരണം നമുക്ക് ഗിയർ ഉള്ളത് കൊണ്ട് ഒന്ന് മാറ്റിയിട്ടാ പിന്നെ എപ്പോഴും മാറ്റേണ്ട ആവശ്യമില്ല. അത് പുതിയതായി കാരണമായിരിക്കോ? അല്ലല്ല അല്ല, ഇതിന്റെ പ്രത്യേകത സെറ്റിംഗ് അങ്ങനെയല്ലേ. ഓ, അപ്പൊ അതുകൊണ്ടാണ് എന്തൊരു ഉപകാരായി. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? ഞങ്ങളുടെ കളറിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ബ്ലാക്ക് എല്ലാ ആൾക്കാരുടെ അഭിപ്രായം പറയണത് വൈറ്റ് വേണ്ട എന്നുള്ളതാണ്. അതെ, ബ്ലാക്ക് മതി. ബ്ലാക്കിൽ റെഡ് വന്ന് നിൽക്കണ്ടേട്ടാ. മതി മതി, ഇത്ര മതി. കേട്ടോ, നമ്മള് 2-3 ബ്രേക്ക് ഒക്കെ ആവശ്യമില്ലാണ്ടൊക്കെ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ ഹസാർഡ് ഓൺ ആവും. അതായത് 2 ഇൻഡിക്കേറ്ററും ഒരുമിച്ച് ഓൺ ആവും. ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിട്ടാണ് നമ്മൾ ഓടിക്കല് ശരിയല്ല, ലേശകലം പാലിച്ചോളാം. സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്ലച്ചില്ലേ ഒരു പൊടി ടൈറ്റ് പോലെ തോന്നുന്നുണ്ട്. അത് നോർമലി എല്ലാ വണ്ടിക്കും ഇങ്ങനെ തന്നെയാണോ, അത് ഇതിന്റെ ഈ വണ്ടി ഇപ്പൊ ഇങ്ങനെ ഇത്ര ഓടിയിട്ടുള്ളതുകൊണ്ട് റഫായിട്ട് ഓടിയിട്ടുള്ളതുകൊണ്ട് വരുന്നതാണോ? അല്ല, XUV 500 ഞാൻ ഓടിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതിന്റെ ക്ലച്ച് ഭയങ്കര ടൈറ്റ് ആയിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അതിന്റെ അതേ ലെവലിലേക്ക് ഇത് നിൽക്കുന്ന ക്ലച്ച്. അപ്പൊ മഹേന്ദ്രയുടെ നോർമലി ക്ലച്ച് ലേശം ടൈറ്റ് ഉള്ളതാണ്. അതേപോലെ ടൈറ്റ് ആണോ അത് ഇനിയിപ്പോ എല്ലാ താറിന്റെ എങ്ങനെ തന്നെയാണോ ക്ലച്ചുള്ള വണ്ടികളുടെ അറിയില്ല. ഇതില് ചാർജർ വയർലെസ് ചാർജറും ഇല്ല. അത് മറ്റേലുണ്ടോ? അപ്പൊ ഇത് എന്തിന്റെ ഇൻഡിക്കേഷൻ ശരിക്കും? ഇത് നമ്മുടെ 4 വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് ഓഫ് റോഡ് എന്നുള്ളത് കാണിക്കാം. ഇവിടെ റഫ് റോഡാണ് കാണിക്കുന്നത്. റഫ് റോഡ് എന്ന് പറയുന്നത് ഇത് റിയർ വീൽ ഡ്രൈവ് വണ്ടിയല്ലേ. റഫ് റോഡ് ക്യാപ്പബിൾ ആയതുകൊണ്ട് റഫ് റോഡിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് ഇൻഡിക്കേഷൻസ് കാണിക്കുക. സ്റ്റിയറിംഗിന്റെ പൊസിഷൻ, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണെങ്കിൽ അത്, ഗിയർ പൊസിഷൻ കാണിക്കുന്നുണ്ട്, പിച്ചിങ്, റോളിംഗ്, ആംഗിൾസ് കാണിക്കുന്നുണ്ട്. ഓൺ റോഡ് ആകുമ്പോൾ ഡിജിറ്റൽ സ്പീഡോമീറ്റർ, പവർ, ടോർക്ക്, അതിന് ഗ്രാഫാണ്, പിന്നെ ഗ്രാവിറ്റി മോണിറ്ററിംഗ്, ഡയറക്ഷൻ. ഇത് കിടക്കട്ടെ, ഒരു കയറ്റൊന്ന് കയറ്റി വെക്കാം. അപ്പൊ എങ്ങനെയാണ് ആംഗിൾ മാറുന്ന കാര്യങ്ങൾ, ലാഗും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് ഇതേ ഒന്നൊരു കാറ്റഗറി നോക്കി നമുക്ക് ഓടിക്കാൻ തരാം. ഒരു മിനിറ്റ് കേട്ടോ, വിഷമിക്കണ്ട, തരും. ഞാനൊന്നും പറഞ്ഞില്ല. എന്നാലും ഞാൻ നിന്റെ മനസ്സ് വായിച്ചു. അയ്യോ വേണ്ട. ചേച്ചിക്ക് മനസ്സിലായതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഡീസൽ അടിക്കാണ്ടല്ലേ കൊണ്ട് നമ്മൾ അകലമഴിക്ക് പോകുന്നു. ഒരുവിധം ഡീസൽ അടിച്ചിട്ടാ കൊണ്ടുവന്നിട്ടുള്ളത്. അതെ അതെ, അയ്യോ എത്ര നേരം കിടന്ന് അകലമഴിക്ക് പോവാന്ന് കയറ്റുണ്ട്. അപ്പൊ നമുക്ക് ആ കയറ്റം നോക്കി നോക്കാം എങ്ങനെയാണ്, ലാഗ് ഉണ്ടോ. റൈസ് ചെയ്തതാണോ? ഞാൻ ഓരോ ഗിയറിലെ പെർഫോമൻസ് എന്താണ്, ക്ലച്ച് താങ്ങി വലിപ്പിക്കുമ്പോ എങ്ങനെയാണ്, കാല് കൊടുക്കാണ്ട് പോകുമ്പോ എങ്ങനെയാണ്, എല്ലാ സംഭവങ്ങളും നമുക്ക് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതിപ്പോ വേറെ ആളുടെ കയ്യിൽ നമ്മൾ ഓടിച്ചു മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അവൻ ഇറക്കി വിടും അപ്പൊ തന്നെ വഴിയില്ലേ. പോയി നീ വേറെ വണ്ടി ഓടിച്ചു നോക്കിയോളാൻ പറയും. ഇപ്പൊ എന്തായാലും നമ്മള് എന്തൊക്കെ ചെയ്യുക അതൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് നോക്കല്ലേ ഈ വണ്ടിമേ. കുഴപ്പമില്ല കേട്ടോ, പെർഫോമൻസ് ബേസും അങ്ങനെയൊക്കെ നമുക്ക് തൃപ്തിയാണ്. കാറിന്റെ ഒരു ഫീലിൽ നമ്മൾ ഈ വണ്ടി എടുക്കരുത്. കാറിന്റെ കംഫർട്ട്, അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ്, ഫെസിലിറ്റി, ഈ ഒരു 15 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന ഒന്നും നമ്മൾ ഇതിനകത്ത് പ്രതീക്ഷിക്കരുത്. പക്ഷെ ഇത് വേറൊരു മൂഡ്. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഓക്കെ. എനിക്കിതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി നമ്മൾ പോണത് എവിടേക്കാന്ന് അറിയോ? ഇവിടുന്ന് പൂമല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടേക്ക് പോകുമ്പോ ഒരു വേറെ പുതിയ വഴി വെട്ടിയിട്ട്, ആ വഴി നല്ല കയറ്റുള്ള വഴിയാ. അപ്പൊ ആ വഴിക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് എങ്ങനെ ഏത് ഗിയറിൽ വരെ നമുക്ക് കാല് കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കയറി പോകണ്ട് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ അങ്ങനത്തെ ഒരു റോട്ടിക്കിടക്കിടി നോക്കണം നമ്മൾ. ഈ ഊട്ടി കൊടൈക്കനാലൊക്കെ പോകുമ്പോഴുള്ള ഒരു കയറ്റില്ലേ, അതേപോലെ അതിന്റെ ഒരു ചെറിയ വേർഷൻ. ആദ്യമായിട്ടേ കയറി ഓടിക്കുമ്പോ തോന്നുന്ന ഫീൽ എന്തൊക്കെയാന്ന് അറിയാം. സ്റ്റിയറിംഗ് ടൈറ്റ്, പൊടി കുറവ്, വളവ് ഓടിക്കുമ്പോഴുള്ള പൊടിയില്ലേ, ഓരോ സാധനങ്ങൾ, ഇതൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടിട്ട് വേണം ഓടിക്കാൻ.
ഫസ്റ്റ് ടൈം ഓടിക്കുമ്പോൾ. പിന്നെ കുറച്ചുകൂടി ശീലമാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പൊ വണ്ടി ബുക്ക് ചെയ്യുകയാണെങ്കിലേ ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ എത്ര മാസത്തിനുള്ളിൽ വണ്ടി കിട്ടുക? നമുക്ക് 24 വണ്ടി ആണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു മിനിമം 4 months വെയിറ്റ് ചെയ്യേണ്ടി വരും മിനിമം കേട്ടോ. കാരണം 4 മാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് നമുക്ക് വെഹിക്കിള്. കറക്റ്റ് ഇപ്പൊ 24 നമുക്ക് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് വന്നിട്ടില്ല, പ്രൈസ് വന്നിട്ടില്ല. എന്തായാലും ഇല്ല, ഈ ദിസ് വീക്കില് വരുള്ളൂ. എന്തായാലും മിനിമം ഒരു 4 month വരും മിനിമം. അപ്പൊ ബുക്കിംഗ് എമൗണ്ട് എത്രയാ? നമുക്ക് 21,000 ആണ് ബുക്കിംഗ് എമൗണ്ട് വരുന്നത്. 21. പിന്നെ 23 വണ്ടിയാണെങ്കിൽ ഇപ്പൊ റെഡിയിൽ സ്റ്റോക്ക് ആണോ? നമ്മുടെ ഇല്ല, അതും കഴിഞ്ഞു. അത് ലാസ്റ്റ് വിൽപ്പന പ്രൈസ് എത്രയാണ് നടന്നിട്ടുള്ളത്? നമുക്ക് എക്സ്റ്റൻഡ് വാറന്റി ഒഴിവാക്കിയിട്ട് 1498 ആണ് ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ളത്. വാറന്റി എടുക്കാൻ ഇല്ലാതെ. അതെ, 1498. പിന്നെ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ ചിലപ്പോൾ കിട്ടും. ഇല്ല, ഇതിന് ഡിസ്കൗണ്ട് ഇല്ല. നമുക്ക് ആ കസ്റ്റമറിന് ഏകദേശം ഒരു 8-10 മാസം വെയിറ്റ് ചെയ്ത കസ്റ്റമേഴ്സ് ആണ്, അവർക്ക് വണ്ടികൾ വന്നത്. അല്ല, ഈ കേരളത്തിലെ എല്ലാ ഡീലർഷിപ്പുകളിലും ഒരേ സെയിം റേറ്റ് ആണോ വരിക? പ്രൈസ് അതെ, ചെറിയ വ്യത്യാസങ്ങളൊന്നും വരില്ല. നമ്മൾ കയറ്റമുള്ള വഴി തപ്പി വന്നിട്ടുള്ളത് പൂമലയ്ക്ക് പുതിയ വെട്ടിയ റോഡ് എന്ന് പറയുന്നത് ഇതാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. ഇതല്ലെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് പോകുന്ന പറയണത്. കൈവരി പുതിയ റോഡാണ്, നല്ല കയറ്റാണിത്. ഈ ഇലക്ട്രിക് വണ്ടിയൊക്കെ പരീക്ഷിക്കാനായിട്ടേ 2 പേര് വെച്ചിട്ടൊക്കെ കയറ്റം കയറുന്നൊക്കെ പരീക്ഷിക്കണ ഒരു കയറ്റാ. അതെ, അപ്പൊ വലിയ അറിയാനായിട്ട്. അപ്പൊ നമുക്ക് ഏത് ഗിയറിൽ എങ്ങനെ കയറി പോകണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ആറ് മല കയറുമോ? അതല്ല, ഇവിടുത്തെ ആംഗിൾ എത്ര വരെ കാണിക്കും? ഇങ്ങനെ 70 അത്ര നോക്കിയില്ല അല്ലെ? അവിടെ ഒരു ചപ്പാറയുണ്ട്. കുഴപ്പമില്ല, എല്ലാം സീറ്റിംഗ് ആയില്ലേ? ചപ്പാറയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഇപ്പൊ ഞാൻ കിടക്കുന്ന സെക്കൻഡ് ഗിയറിലാണ് കേട്ടോ. സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ഞാൻ കൊടുത്തു നോക്കുകയാണ്. ഈ ഒരു ഇതില് വണ്ടി കയറുന്നുണ്ടോന്ന് അറിയാൻ ടെസ്റ്റ് അടിച്ചോണ്ടിരിക്കുന്നതാണ്. ഇല്ല, ആ ടെസ്റ്റില് ആണ്. ഫസ്റ്റ് ഗിയർ ഇട്ടു, വീണ്ടും ഞാനൊന്ന് സെക്കൻഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് നോക്കി നോക്കും. പ്രശ്നമില്ല. ഇപ്പൊ ഈ കയറ്റം നമ്മൾ തേർഡില് കയറുക നോക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് ആളിതൊന്നും ബാധിക്കുന്ന കേസേ അല്ല. ഇത് ഇലക്ട്രിക് സ്കൂട്ടറിന് മാത്രമേ പ്രശ്നമുള്ളൂ. കാറിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഹൈവേ കിട്ടിയ പോലെ. ഇതല്ല, ഇനപ്പുറം ചാടി കിടന്നവനാണ് ഈ താറി. ഇപ്പൊ നമ്മൾ ഫുൾ കയറ്റത്ത് വന്നു. കയറ്റത്ത് വരുമ്പോ ചേട്ടൻ പറയണേ ഇനിയിപ്പോ ഈ സംഭവം കാലെടുത്ത് കഴിഞ്ഞാൽ താഴത്തേക്ക് പോയില്ല. 3 സെക്കൻഡ് കഴിഞ്ഞാൽ ആണോ? നീത മനസ്സിലായില്ലേ? 3 സെക്കൻഡ് കഴിഞ്ഞാൽ റിലീസ് ആണ്. ഓക്കെ ഓക്കെ. നീതയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. AC ഓഫ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടോ? അപ്പൊ അതൊരു നല്ലതാട്ടോ. വണ്ടി ഇറങ്ങി പോകുന്നു പേടിക്കണ്ട. താങ്ങി കറക്റ്റ് ചെയ്ത് അപ്പൊ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് തന്നെ എടുക്കണം. അല്ലാണ്ട് മെല്ലെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആള് പിന്നിലേക്ക് ഒന്ന് വലിക്കും. അങ്ങനെയുണ്ട്. അപ്പൊ കാല് കൊടുക്കുമ്പോ ഒരു സാധാരണ മനസ്സിലായി. അങ്ങനെ കാല് കൊടുക്കണ്ടല്ല, അത് ഞാൻ ശീലിച്ചിട്ടുണ്ട്. ഏതൊരു പഴയ സാധനം പഠിച്ചു വെച്ചേക്ക് ഇത് ചെരിച്ചു കൊടുക്കണത്. കുഴപ്പമില്ല. ഇങ്ങനെ ക്ലച്ച് ചെയ്യുന്ന ഇനിതേ കാല് വലിച്ച ആക്സിലേറ്റർ ഒരുമിച്ച് കൊടുത്താലാണ്. അല്ലാണ്ട് ഇപ്പൊ നമ്മൾ മെല്ലെ കൊടുക്കുന്നതായിരിക്കാം. അപ്പൊ ഇത് മറ്റേ 4 വീൽ ഡ്രൈവ് കയറുന്ന പോലെ കേറില്ല. അതൊക്കെ ചെറിയ പ്രശ്നം. ഓരോന്നിനും ഓരോ വ്യത്യാസം. അതിനുള്ള വിലയിൽ വ്യത്യാസം ഉണ്ടല്ലോ. അത്ര 8 ലക്ഷം രൂപ 7 ലക്ഷം രൂപ ടോട്ടല് ടോപ്പ് എൻഡിന്റെ വ്യത്യാസങ്ങള്. അല്ല, ടോപ്പ് എൻഡിന് 2180 അല്ലേ ഡീസല്? ഇപ്പൊ ഇത് ഡീസലിന്റെ ടോപ്പ് എൻഡ് അല്ലേ? ഓട്ടോമാറ്റിക് അല്ലെങ്കിലോ ടോപ്പ് എൻഡുള്ള തമ്മിൽ 8 ലക്ഷം രൂപയുടെ കണ്ട് വ്യത്യാസം ഇല്ല. അപ്പൊ 15 5 20 7 ലക്ഷം രൂപ. 7 ലക്ഷം രൂപ വ്യത്യാസം ഉണ്ട്. ഡീസലിന്റെ ഇൻഡിക്കേഷൻ വീണ്ടും എത്തിയിട്ടാ.
ചെരുവിൽ വന്നാൽ എത്തിയതാണ്. സാധാരണ ഈ മോഡൽ വണ്ടി ഏറ്റവും രസം ഓടിക്കാൻ കയറ്റത്താ. കാരണം മറ്റുള്ള വണ്ടികളൊക്കെ കഴിയുമ്പോൾ ആള് പെട്ടെന്ന് വണ്ടി കയറി പോകും. രസമുണ്ടാ? എല്ലാം കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണില്ലേ? പിന്നെ ആ ആക്ഷൻ ഒക്കെ വരുമ്പോഴാണ് ഇതിലിരിക്കുന്നതിന്റെ ഫീല് കിട്ടുള്ളൂ. അല്ലാണ്ട് വെറുതെ റോട്ടിൽ കൂടെ പോകുമ്പോൾ എന്തൊരു രസമുള്ള. നമ്മൾ പൂമല പള്ളിയുടെ അവിടെ കൊണ്ടുവന്ന് ഗ്രൗണ്ടിന്റെ അവിടെ നിർത്തി. അപ്പൊ നീത പറയാണ് ഇത്ര വലുതായ കാരണം ഞാൻ ആദ്യം ഗ്രൗണ്ടിൽ ഒന്ന് ഓടിക്കട്ടെ, അതിനുശേഷം ഗ്രൗണ്ടിൽ ഓടിച്ചതിന് ശേഷം റോട്ടിൽ ഓടിക്കാവുന്ന ആയിക്കോട്ടെ. അപ്പൊ അന്ന് ആദ്യം ഗ്രൗണ്ടില് ഒന്നുമില്ല, ഒന്നും പേടിക്കാനില്ല. നീ കേറ് ഞാൻ പറഞ്ഞുതരാം. പാസഞ്ചർ സീറ്റിൽ എന്നാ നീ അമ്മയും കൂടി കയറിക്കോ. പാസഞ്ചർ സീറ്റിൽ നീ കയറിക്കോ, ഞാൻ എടുക്കാം. ഇല്ല ഞാൻ കയറണില്ല, ഞാൻ പുറത്ത് നിന്നിട്ട് എടുക്കാം. നിങ്ങൾ റൗണ്ട് അടിക്കത്തില്ല. ഗിയർ ഇടാ. എന്താ പാട്? ഗിയർ അറിഞ്ഞൂടെ? ഫസ്റ്റ് സെക്കൻഡ് അറിഞ്ഞൂടെ? ഒന്നുമില്ല, നമ്മുടെ സാധാ പോലെ തന്നെ ഗിയർ ഇടണോ ഓടിക്കണോ, അല്ലാണ്ട് വേറെ ഇതിനകത്ത് വേറെ യാതൊന്നുമില്ല, ഒന്നുമില്ല. ഏത് കാലാവസ്ഥയും തന്നെ ഇത് ചെയ്തോളൂ. അത് എനിക്ക് ധൈര്യം ഉണ്ട്, അത് കാരണം പിന്നെ കുഴപ്പമില്ലല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഈ വണ്ടി എടുത്തോളാം. ചേട്ടന്മാര് പേടിക്കണ്ട, സെക്കൻഡ് ഹാൻഡ് വണ്ടി ആയിരുന്നു മാത്രം. അങ്ങനെയാവുമ്പോ തുടക്കത്തിലത്തെ ഒരു പ്രന്യാസം മാത്രമേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ആള് മറ്റേ XUV 500 ഒക്കെ സിമ്പിളായിട്ട് ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ ആള് മാത്രം, ഞങ്ങൾ വേറെ വണ്ടിയിലായിരുന്നു, അവളായിരുന്നു ആ വണ്ടി ഫുള്ള് എടുത്തത്. ഒരു ഗിയറിൽ തന്നെ ഇട്ട് ഓടിക്കണേന്നുണ്ട്. റോട്ടിലൊന്ന് കയറ്റി ഓടിക്കാണ് കേട്ടോ. നിത പള്ളിയുടെ നേരെ മുന്നിൽ താറെടുത്തിട്ട് അങ്ങനെ വരികയാണ്. കലക്കി ഓഫ് റോഡ് മാത്രം പരീക്ഷിക്കണേന്ന് തോന്നുന്നു. പൊട്ടവഴി മാത്രം തിരഞ്ഞെടുത്തിട്ട് ഓടിക്കണത്. എന്താ തോന്നണേ ഓടിച്ചിട്ട്? അല്ല ഓടിച്ചത് എന്താ റോട്ടിൽ ഓടിക്കാണ്ട് ഈ ഗ്രൗണ്ട് മാത്രം ഇങ്ങനെ വട്ടം കറക്കിയേ? അതറിയാവുന്നില്ല, കുഴപ്പമില്ല. വാ ഇറങ്ങിക്കോ. എന്നാ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചത്. അതിന് കൊറേ സ്ഥലം വേണം അല്ലേ? അത് ഒടി കുറവായതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് ഒരു പ്രശ്നം. പിന്നെ സ്റ്റിയറിംഗ് ടൈറ്റ് പോലെ തോന്നണല്ലേ? അത് ഇവിടെ കാരണം കൊറേ സമയം എടുത്തിട്ട് അത് തിരിയില്ല. ആ കാറ് പോലെ ഓടിയില്ല. എന്താ ഫീലിങ്സ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മൊത്തത്തില് വണ്ടി നമ്മള് സിമ്പിളാ. നമ്മുടെ മാരുതിക്ക് ആണെങ്കിൽ അവിടെ നോക്കി അങ്ങനെയൊക്കെ വേണം നമുക്ക് ഇറക്കാനായിട്ട്. ഇതൊരു യാതൊരു പ്രശ്നമില്ല. ഞാൻ നോക്കിയത് നമ്മൾ മാരുതി ആണെങ്കിൽ അടി തൊട്ടോ തട്ടില്ല. ഇത് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത് ഏതിന് വേണമെങ്കിൽ കുത്തി കയറ്റി കൊണ്ടുപോകാനോ ഓടിക്കാനോ അങ്ങനെയുള്ള സംഭവത്തിനൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന് ആ കയറ്റത്തുനിന്ന് ഈ കയറ്റത്തേക്കൊന്ന് ഓടിക്കുമ്പോ എങ്ങനെയാവുന്നുള്ളത് ആണോ? ഞാൻ നോക്കി നോക്കട്ടെ. അവിടെ നിന്ന് അന്നൊന്ന് കയറ്റി ഇറക്കി നോക്കട്ടെ. ഞാൻ അവിടെ നോക്കട്ടെ. ഞാനിപ്പോ ഇവിടെ കയറ്റിപ്പോ ഒന്നും തോന്നിയില്ല, സാധാ പോലെയാ. വണ്ടി ജാതി പോറാട്ടാ, ഒരു രക്ഷയില്ല. ഇതും കൊണ്ടൊക്കെ ശരിക്കും ഓഫ് റോഡ് പോണട്ടാ. അവൻ്റെ അമ്മോ, എനിക്ക് അങ്ങനെ ഓഫ് റോഡ് പോകാൻ കൊതിയവാ ഇപ്പൊ ഇതും കൊണ്ട്. പ്രതീക്ഷേട്ടാ ഇതിപ്പോ എന്താ വലിയ സംഭവമായിട്ട് വെച്ചിട്ട് ആ ഹമ്പിന്ന് ഈ ഹമ്പിലേക്ക് ഒന്നുമല്ല. ആ വണ്ടിയിലിരിക്കുമ്പോ ഒന്നും തോന്നിക്കില്ല. അങ്ങനത്തെ ഒരു പവർ വണ്ടി എന്ന് പറയില്ലേ, അതേ കണ്ടില്ലേ? സിമ്പിളാ, ഒന്നും അറിയില്ല. പിന്നെ അയ്യോ, ആനവഴിയിൽ അമ്പഴങ്ങ പോലെയാ വണ്ടിക്കൊക്കെ ഇത്. ഒന്നും ഉണ്ടായില്ല, ഒന്നും സംഭവിച്ചില്ല.
പ്രതീക്ഷേട്ടൻ എന്തെങ്കിലും തോന്നി ഈ വണ്ടി ചാടിയ പോലെ തോന്നിയില്ല. അതന്നെ ഇത് ആനവാഴി ലമ്പഴങ്ങാന്ന് കേട്ടിട്ടുണ്ടോ? അതാ ഈ വണ്ടി കൊണ്ടുണ്ടല്ലോ ശരിക്കും ഓഫ് റോഡ് ഈ മറ്റേ മലകളുടെ മേലേക്ക് അങ്ങനെയൊക്കെ പോകുമ്പോ നമുക്കൊരു ഫീല് നമുക്ക് തോന്നിക്കും. ഇതും ഒന്നും തോന്നിക്കില്ല. ഇല്ല, അതെന്ന് വെച്ചാൽ നല്ല സ്പീഡിൽ പടച്ചു വന്നിട്ട് ഹമ്പ് പോലെയാണെങ്കിൽ എടുത്ത് ചാടുമ്പോ ചിലപ്പോ ജമ്പോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല നിക്കണേ. ഇത് ചാടൂല, പിന്നെ വെയിറ്റ് ഉണ്ടാവില്ല വണ്ടിക്ക്. വെയിറ്റ് ഉണ്ടായിരിക്കും. ശരി, ഉള്ളി സ്ലോ വരുമ്പോഴുള്ള ലാഗ്, അല്ലാണ്ട് ഇപ്പൊ എക്സെട്ര കൊടുത്ത് ഓരോ ഗിയർ മാറ്റി ഓടിക്കുകയാണെങ്കിൽ ലാഗ് ഒന്നുമില്ല. പിന്നെ മൈലേജിലും എല്ലാത്തിലും വ്യത്യാസം ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെ വെച്ച് നോക്കുമ്പോ പൈസ കൊണ്ട് വെച്ച് നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ല. ഇഷ്ടപ്പെട്ടു. തീരുമാനിച്ചു ചേച്ചി? അതെ, തീരുമാനിച്ചു. ഇനി മേടിച്ചിട്ട് വേണം ഒരു ഓഫ് റോഡ് പോണേ ഞങ്ങക്ക്. ഇനി അവിടെ ചെന്നിട്ട് ഇത് പൂമല ഡാം ഇവിടെ ഡാം പുറത്ത് ചെപ്പാറ കുന്നത് ഒക്കെ കാണാം. 1 കിലോമീറ്റർ ഉള്ളൂ. അല്ല, ടൂർ പോകാൻ വേണ്ടിട്ടല്ല, വണ്ടിയുടെ പെർഫോമൻസ് കാണാൻ പറ്റും. നല്ല വ്യൂ ഉണ്ട്. ഇവിടെ ഒരു ഒറ്റൊരു വ്യൂ ഉണ്ട്, വ്യൂ പോയിന്റ് തൃശ്ശൂർ മുഴുവൻ കാണാൻ പറ്റുള്ളൂ. അതിപ്പോ ഒരാളുടെ പറമ്പായിരുന്നു, അയാൾ അടച്ചു പൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ നിർത്തി കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇത് തന്നെയായിരുന്നു വ്യൂ പറമ്പ്. ഇത് അല്ല, വീടല്ല, അത് ഈ പറമ്പ്. മതില് കെട്ടിയ ആള് ഭംഗിയാക്കി. ഇനി പൈസക്ക് ആള് കാണിച്ചു തരുള്ളൂ. ഗേറ്റ് വെച്ചാണ്. അപ്പുറത്ത് അങ്ങനെ വേറെ ഇതേപോലെ കിടക്കണ്ടെന്നുള്ളത് അറിയില്ല കേട്ടാ. ഇതേ തൃശ്ശൂര് മൊത്തം അവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം. കോടയാണല്ലോ. മിനി ഊട്ടി ബോർഡ്. മിനി ഊട്ടി. കുറച്ചു നേരം തണവടിച്ചിട്ട് പോണോ? അങ്ങനെ തണവൊന്നുമില്ല. മാത്രമേ ഉള്ളൂ. ബാക്കിലേക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ഇല്ല ചൂടെടുക്കണില്ല, സാധാരണ ഇത് ഉണ്ട്, തണവുണ്ട്, കുഴപ്പമില്ല. അത്രയ്ക്ക് ആവശ്യമില്ല. ഇത് നോക്കിയേ, വീടില്ലേ? വീടിന്റെ അല്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കിയ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളി. 2 നില. അതെ, റിസോർട്ടാണത്. വീടല്ല, റിസോർട്ടാണ് സംഭവം. സെറ്റ് ആയിട്ടുണ്ട്. ഈ വഴിക്ക് ഇഷ്ടം പോലെ നമ്മള് കൊറേ നാളായി ഈ വഴിക്ക് വന്നിട്ട്. ഫ്ലാറ്റും പണിയുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തും വ്യൂ ആണ്. ഈ സൈഡും വ്യൂ ആ. റിസോർട്ടിൽ വ്യൂ തന്നെയാണ്. ആൾക്കാര് വരും. ഈ സ്ഥലത്തിനൊക്കെ ഭയങ്കര വില പറയും. മിനി ഊട്ടി ആർക്കും വേണമെന്ന് കിടന്ന സ്ഥല. അതെ, ഈ വഴി ഇപ്പൊ കുറച്ചു കാലമായിട്ടുള്ളൂ വന്നിട്ട്. അത് ഈ വഴി ഒരു മണ്ണിട്ട വഴിയായിരുന്നു, ടാറിംഗ് ഒന്നും ഉണ്ടായില്ല. അപ്പോഴേ ഇറക്കാണ്, ഏത് ബട്ടണിലിട്ട് ഇറങ്ങും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനി ബ്രേക്കുമ്പോ കാര്യം വെക്കേണ്ട വരുമോ? ഇതാ ഇപ്പൊ ഞാന് ഈ ഇറക്കിറങ്ങുമ്പോ ഇടുന്ന ബട്ടൺ ഓൺ ചെയ്തിട്ടുണ്ട്. ബ്രേക്കിന് കാലെടുത്തു. എന്തോരാണ് ബ്രേക്കിന് കാല് വെക്കേണ്ട വരും ഇല്ലേ? പിടിച്ചിറങ്ങി പോണേ. അത് ഗിയർ ഇപ്പൊ നമ്മൾ ഇട്ടിട്ടുള്ളത് ഗിയറിലിട്ടാലും നോട്ടിലാണെങ്കിൽ ഒരേപോലെ തന്നെയാണ്. എഞ്ചിൻ ബ്രേക്കിംഗ് അല്ലത്. അല്ല അല്ലേ? സ്ലോപ്പ് കൂടുന്നതനുസരിച്ചിട്ട് സാധാരണ ബ്രേക്കിലേക്കുള്ള അപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ലോപ്പ് കൂടാണെങ്കിൽ ബൈറ്റ് കൂടും, ബ്രേക്കിന്റെ ബൈറ്റ് കൂടും. ഈ ഒരു സ്പീഡും 20 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തത്. ഏതിറക്കത്താണെങ്കിൽ നമ്മൾ ഈ ബട്ടൺ ഓൺ ചെയ്ത് നോട്ടിലാണെങ്കിൽ 20 മൈൽ സ്പീഡിലേ പോവുള്ളൂ. അല്ലേ? വെരി ഗുഡ്. നല്ലൊരു കാര്യമാണല്ലോ. ഇത് കണ്ടില്ല, ഒന്നും തൊടാണ്ട് ഇറക്കത്ത് ടെൻഷൻ ഇല്ല. കണ്ടിന്യൂസ് നമ്മളിപ്പോ വലിയൊരു ഇറക്കം ഇങ്ങനെ ഇറങ്ങുമ്പോ ബ്രേക്ക് തന്നെയല്ല വണ്ടി ഇറങ്ങണേ. അപ്പൊ അഡീഷണൽ സപ്പോർട്ടിന് ഒരു ഗിയർ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. എഞ്ചിന്റെ ഇത് എടുത്തോണ്ടി കിട്ടാൻ വേണ്ടിട്ട്. എന്നുവെച്ചാൽ അത്രയും നമ്മളൊരു ഇതൊക്കെ തെളിയുണ്ട്. അത് ഓണായിട്ട് കിടക്കണേ. നമ്മളിപ്പോ ഒരു നല്ലൊരു ഓഫ് റോഡിങ് ഒക്കെ പോണ സമയത്ത് ഇതിന്റെ ആവശ്യം വരുള്ളൂ. സാധാരണ ഒരു ഹെയർ പിൻ നമുക്ക് ഇറങ്ങി വരുമ്പോ സെക്കൻഡ് ഗിയറിലൊക്കെ ഇട്ട് ബ്രേക്ക് ചവിട്ടിയാൽ നമുക്ക് ബ്രേക്ക് കല്ല് പോലെ നിക്കണേ ആ സമയത്ത്. അതിപ്പോ അത് എൻഗേജഡ് ആയി അതൊന്നുകൂടെ പ്രസ് ചെയ്താൽ ഓഫ് ആവും. ബ്രേക്ക് പെഡലിന് പല പല ഇതുകൾ വരുന്നുണ്ട്. ഇത് ഓൺ ചെയ്യുമ്പോ ഇത് സ്റ്റെക്കായി നിക്കണ പോലെ ഉണ്ട്, ചവിട്ടുമ്പോ ഒരു കല്ല് പോലത്തെ ഉണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അത് ഇതിന്റെ തന്നെ ബ്രേക്ക് പിടുത്തത്തിന്റെ ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. ഇതിന് ക്രൂയിസ് ഉണ്ട്. അതേപോലെ 60 മുതലാണ്. എത്രയും 40 ഇടാൻ പറ്റുമോ? 40 ഇടാൻ പറ്റും. നല്ലതായിരുന്നു, അടിപൊളി. എനിക്ക് അങ്ങനെ ഓടിച്ചപ്പോ പെട്ടെന്ന് തോന്നിയത് ഓഫ് റോഡ് പോണെന്നാ.
എന്നാലേ നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് കിട്ടണുള്ളൂ കേട്ടാ. ഒരു ശരിക്കും ഈ വണ്ടി മേടിച്ചപ്പോ റോട്ടിൽ ഓടിക്കാണെങ്കിൽ ഇത് മേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹം ഇങ്ങനെയുള്ള സ്ഥലത്തുകൾ പോകാനായതുകൊണ്ട് ഇതാണ് ബെസ്റ്റ്. ക്ലച്ച് നമ്മൾ ഇടുമ്പോൾ ഞാൻ നോക്കട്ടോ ഫസ്റ്റ് ഗിയറിൽ ഇത് ഒന്ന് പിടിച്ചിരുന്നോളൂ കേട്ടോ. എന്ത് ചെയ്താലും മറ്റേ ശബ്ദം കേൾപ്പിച്ചിട്ട് ഓടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ആ ശബ്ദം ഒന്നും ഇതിൽ നിന്ന് പുറപ്പെടുവിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആ ഒരു പവർ വീൽ തിരിച്ചിലുണ്ടല്ലോ. പിന്നെ പോരാത്തിന് ഇത് ബാക്ക് വീൽ ഡ്രൈവ് അല്ല, ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലല്ലോ. അപ്പൊ ആ തിരിച്ചിലുണ്ടല്ലോ, ആ തള്ളി കൊടുക്കാനുള്ള സൗണ്ട് വരില്ല, പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ അത് കാരണം ശബ്ദം ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റുള്ളൂ. മറ്റേ ഗ്രാൻഡ് വിറ്റാറൊക്കെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ട് വീല് കടന്ന് വീലില്ല. ആൾക്കാരെ പേടിപ്പിക്കുന്നത് ആൾക്കാരെ പേടിപ്പിക്കാനൊന്നും പറ്റില്ല. വണ്ടി കണ്ട് തെയ്യമാനൊന്ന് പോയേ പറ്റും. അപ്പൊ നമ്മളും പേടിക്കും. അപ്പൊ ഓക്കെ ആണ് കേട്ടോ, ഹാപ്പി. ബ്ലാക്ക് മതി. നമ്മൾ നിലവിൽ അവിടുന്ന് ഓടിച്ചു വന്നപ്പോ 22 വരെ കണ്ട് കാണിച്ചു അല്ലെ. 22 വരെ കണ്ട് മൈലേജ് കാണിച്ചായിരുന്നു. 22 കാണിച്ചാലും എങ്ങനെ ഒരു 15 കിട്ടുമെന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇപ്പൊ കുറെ മെത്തേഡുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഈ ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സംഭവം എന്നാൽ കൂടി നമ്മൾ ഇനി എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഓടിച്ചോടങ്ങുകൊണ്ട് നമുക്ക് തൃപ്തിയായി കാര്യങ്ങളായി എല്ലാം ഓക്കെയാണ്. പിന്നെ ഈ പേജിൽ ഞെക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു 4 ബട്ടൺ ഉണ്ട്. അതിനൊരു പേജ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിൽ ഞെക്കി കഴിഞ്ഞാൽ സ്ക്രീനിലെ ഓരോരോ ഇതുകൾ മാറി മാറി വരും. ഇതിപ്പോ എന്തിട്ട് വന്നിട്ടുള്ള സ്റ്റിയറിംഗിന്റെ പൊസിഷൻ സ്റ്റഡി ആണോ അല്ലേ എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടല്ലേ. അപ്പൊ സെന്റർ ആണ്. എന്തിനാന്ന് വെച്ചാൽ വീല് ഒടിഞ്ഞിട്ടാ നിക്കണെങ്കിൽ നമുക്ക് സ്റ്റഡി ആക്കിയിട്ട് നമ്മള് പോവുകയാണെങ്കിൽ അറിയില്ല, എടുക്കുമ്പോഴല്ലേ അറിയുള്ളൂ. അതിന് പകരം ഇവിടെ നോക്കിയാൽ സ്റ്റഡി ആയിട്ടാണോ നിക്കണേ എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത് അത് തന്നെയാണ് ഞെക്കണ്ടേ. അത് തന്നെ ഞെക്കി അടുത്തത് എന്ത് വരും? അത് അല്ലെ. പിന്നെ മറ്റേ ഓയിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ ഇതിനകത്താണോ? അതൊക്കെ ടയർ പ്രഷർ 4 കാണിക്കും ഇതിനകത്ത് കാണിക്കണ്ടല്ലേ. അപ്പൊ ഒരു ഓൾറെഡി നമുക്ക് ഇവിടെ ഡിസ്പ്ലേയില് വാണിംഗ് സിമ്പിൾ കാണിക്കും. പ്ലസ് ഡോറിന്റെ അവിടെ ഈ സൈൻ കാണിക്കണം. ആ ഒരു പേജിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്താന്നുള്ളത് അറിയാൻ പറ്റും. പ്രഷറും ടെമ്പറേച്ചറും കാണിക്കൂല, വീലിന്റെ ചൂടുകള്. ഇപ്പൊ എല്ലാത്തിലും ഇപ്പൊ ഉള്ളത് 43, 45, ഇത് 46 യൂണിറ്റ്. ഓക്കെ. അപ്പൊ ഇത്ര ഇതെന്നല്ലോ. ഇതിലിപ്പോ എത്രയോ എയർ കിടക്കുന്നത് 229. അതതിന്റെ വേറെ നമ്മള് 32 എന്നൊക്കെ പറയണ അപ്പൊ വീണ്ടും ഒരു ഞെക്കി കഴിഞ്ഞാൽ അടുത്തത് ഇതില് അങ്ങനെ മൊത്തത്തില് വോളിയം, ട്രാക്ക് ചേഞ്ചിങ്, സോഴ്സ്, ഇത്രയും കാര്യങ്ങൾ സ്റ്റീറിംഗിൽ ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാം അവിടെ ഇതിലെ ഇൻഫർമേഷൻ സെറ്റിംഗ്സിൽ എന്തൊക്കെയുള്ള അല്ല ഇത് ഇതിൽ ഞെക്കിട്ട് ഇനി അത് ഞെക്കണ്ട. താഴത്തെ എൻ്റർ ഉണ്ട്. ഇതാണ് കേട്ടോ, ഈ ഇവിടെയാണ് ഇതിന്റെ എല്ലാം. ഇതാണ് ഓരോന്ന് മാറ്റുന്നത്. ഇതാണ് എൻ്റർ. ഇതിനകത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്കും താഴത്തേക്കുള്ള ആരോസ് ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ. എയർ ബാഗ് ഈ സൈഡിലെ എയർ ബാഗ് ഓൺ ഓഫിന്റെ കൺട്രോൾ മാത്രമേ വരുള്ളൂ. ഇത് അങ്ങനെ ഓൺ ചെയ്തിടണോ? അല്ല, നോർമലി ഇത് ഓൺ ആയിരിക്കും. ഓഫ് ചെയ്യണമെങ്കിൽ ബേബി സീറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുമ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഓഫ് ചെയ്യാല്ലേ. അപ്പൊ എയർ ബാഗ് വേണമെങ്കിൽ ഓരോന്നായിട്ട് ഓഫ് ചെയ്തിടാൻ പറ്റും. സ്റ്റാൻഡേർഡ് എല്ലാ വണ്ടിക്കും ഉണ്ടോ? ഈ സൈഡ് അല്ല, മഹേന്ദ്രയ്ക്ക് മാത്രമാണ് ചേട്ടൻ പറയുന്നത്, എല്ലാ വണ്ടിക്കും ഉണ്ട്. അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ആദ്യത്തെ അനുഭവമാണ്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തുട്ടാ ട്രിപ്പ് കാര്യങ്ങളൊക്കെയാണ് അല്ലേ? മനസ്സിലായി, അങ്ങനെ വരും അല്ലേ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പേജ് നമ്മൾ നോക്കുമ്പോൾ ഫ്യൂവല് ഇതിൽ കാണിക്കുന്നത് ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി. നമ്മൾ ഐഡിയയിൽ കുറച്ചായിട്ട് നിന്ന് കുറഞ്ഞു പറഞ്ഞു 18 കാണിക്കുന്നത്. ഇനി റിയൽ ടൈം മൈലേജ് ആണ് ഈ ഒരു ഗ്രാഫിൽ കാണിക്കുക. ഓ, ഇതിലേക്ക് ആക്കി ഇട്ടാലാണ് നമ്മൾ എങ്ങനെ ഓടിച്ചാലാണ് എത്ര മൈലേജ് വരെ മാക്സിമം കിട്ടും എന്നുള്ളത് നമുക്ക് അറിയാം. ബാലൻസ് ഉള്ള ഫ്യൂൽ വെച്ച് ഓടിക്കാം. ഇനി എത്ര പോകും എന്നുള്ളത് അറിയണമെങ്കിൽ താഴത്തേക്കുള്ളത് ഞെക്കി ഏറെ ഞെക്കണം. ഓക്കെ. ഇനി 112 കിലോമീറ്റർ വണ്ടി പോകുന്നുള്ളതിന്റെ ഇതാണ് കാണിക്കുന്നത് അല്ലേ. പിന്നെ താഴത്തേക്ക് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിന്റെ ലെവൽ. അതായത് നമ്മുടെ ഇത് എന്താ പറയാ, ആഡ് ബ്ലൂ അല്ലെ. ആഡ് ബ്ലൂ എത്രയുണ്ടെന്ന് ഇവിടെ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ അതിലറിയാം. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പീഡോമീറ്റർ, പിന്നെ നമ്മുടെ നേരത്തെ RPM അതുപോലെ
ഓഡോമീറ്റർ, ഇത് രണ്ടും അല്ലേ? ഓഡോ അല്ല, സ്പീഡോമീറ്ററും ടാക്കോമീറ്റർ, ഈ 2 മീറ്ററിന്റെ ബാക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും. അതിനിപ്പോ നമുക്ക് ആ ഒരു പേജിൽ കൊണ്ട് നിർത്തിയിട്ട് എൻട്രിക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഡിജിറ്റൽ സ്പീഡോമീറ്റർ മാത്രം അവിടെ കാണിക്കുള്ളൂ. ബാക്കി പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഇതേ സെയിം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഈ അഡ്വഞ്ചർ സ്റ്റാറ്റിക്സ് എടുത്ത് കഴിഞ്ഞാൽ ഓൺ റോഡ് ഡിജിറ്റൽ സ്പീഡോമീറ്റർ കിട്ടുന്നുണ്ട്, ടോർക്ക് പവർ യൂണിറ്റ് കിട്ടും. പിന്നെ റഫ് റോഡില് നമുക്ക് അതിന്റെ ഒരു അറിയാൻ പറ്റും. പിന്നെ നേരിട്ട് ഫേസ്ബുക്ക്, വാട്സാപ്പ് ഒക്കെ വേണമെങ്കിൽ കണക്ട് ചെയ്യുന്നത് നമുക്കൊരു ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ഒക്കെ ഒരു സംഗതി കാണിച്ചു. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു എക്കോ സെൻസ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്, അത് വെച്ചിട്ട് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നമുക്ക് സ്കോർ, നമുക്ക് ഇപ്പൊ ആക്സലറേഷൻ ആയില്ലെങ്കിൽ 2 കാര്യത്തിലുള്ള സ്കോർ കുറവ്, അതും കൂടെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോവാണെങ്കിൽ ഈ ഗ്രാഫ് മാക്സിമം നിൽക്കുമ്പോൾ നമുക്ക് എഫിഷ്യൻസി മാക്സിമം ആയിരിക്കും. അപ്പൊ ലാസ്റ്റ് ട്രിപ്പിൽ ട്രിപ്പിൽ നമ്മൾ ഓടിയിട്ടുള്ള നമുക്ക് ആവറേജ് കിട്ടിയ മൈലേജ് ടോട്ടൽ ഡിസ്റ്റൻസ് 68 കിലോമീറ്റർ ഓടി. ഇപ്പോ 8 നമ്മൾ ഷോറൂമിൽ നിന്ന് എടുത്ത് ഒരു ഫുൾ മാക്സിമം എത്ര കിലോമീറ്റർ സ്പീഡ് വരെ പോയി അറിയാം? ടോപ്പ് സ്പീഡ് ഏറ്റവും കുറവ് സ്പീഡ് നമ്മൾ എടുത്തിട്ടുള്ള 18 എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു കിലോമീറ്ററിൽ 5 തവണ ക്ലച്ച് പ്രസ് ചെയ്തിട്ടുണ്ട് ആവറേജ്. അങ്ങനെയൊക്കെ കാണിക്കും അല്ലേ? പ്രസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂറേഷൻ 3 മണിക്കൂർ. ഇത് ശരിക്കും മാക്സിമം എത്ര യൂസ് ചെയ്യണം, അല്ലെങ്കിൽ യൂസ് ചെയ്യണം എന്നല്ല, യൂസ് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെയാണ് ഇതിന് ഇത്ര മൈലേജ് കിട്ടുള്ളൂ, അങ്ങനെ എങ്ങനെയും അതൊന്നുമില്ല. ലോങ് ഡ്രൈവ് ആണെങ്കിൽ ചിലപ്പോൾ ഇതിൽ ഒന്നും ചിലപ്പോൾ കാണിക്കാൻ പറ്റില്ല, അത്രയും ലോങ്ങില് നമ്മൾ ക്ലച്ച്. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ചില വണ്ടിയിലൊക്കെ ക്ലച്ച് കംപ്ലൈന്റ് ആവുന്ന സമയത്ത് അവര് പറയണ കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് ക്ലച്ച് കണ്ടമാനം യൂസ് ചെയ്തിട്ട്. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ. ഇത് കണ്ടിന്യൂസ് എത്ര നാളത്തെ വരെ കാണിക്കും? ഇതിപ്പോ ഒരു കറണ്ട് ട്രിപ്പിലെ കാണിക്കുന്നത്. ട്രിപ്പ് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ട്രിപ്പിന്റെ അങ്ങനെ കിട്ടും അല്ലേ? ഓക്കെ. നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ട് ഇതില്, എക്കോ സോറി ബ്ലൂ സെൻസ് എന്നുള്ള ഫോൺ ആപ്പ് ഉണ്ടായിരിക്കും, ഈ സംഗതി എടുക്കാൻ പറ്റും അല്ലേ? ഓക്കെ. പിന്നെ നമ്മുടെ ഡയറക്റ്റ് ഇതായിട്ട് ലിങ്ക് ചെയ്യാം. പേജ് ഇതാണ്. ഇതിലിപ്പോ മീഡിയ ഒരു സോഴ്സ് ഇൻപുട്ട് കൊടുക്കാനുള്ള സോഴ്സ് ആപ്ലിക്കേഷൻ വയർഡാണ് വരുന്നത്. ഫോണിന്റെ കണക്ടിവിറ്റി, ഇൻഫോർമേഷൻസ്, സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ കുറെ സൗണ്ട്. നേരിട്ട് യൂട്യൂബിൽ അത് കാണാൻ പറ്റുമോ? ഇത് കൊടുത്താൽ ഇല്ല, മറ്റേ നമ്മുടെ നെറ്റ് കണക്ഷൻ നമുക്ക് വീഡിയോസ് കാണാം, അല്ലാണ്ട് ഇത് നെറ്റ് കണക്ഷൻ പറ്റില്ല. യൂട്യൂബ് കിട്ടില്ല. ഓക്കെ. പിന്നെ ഇപ്പൊ വേറെ ഒന്നുമില്ല, റിവേഴ്സ് ക്യാം ഇല്ല നിലവില്, സെൻസറാണ്. നമുക്ക് സെൻസറാണ് ഇൻബിൽറ്റ് വരുന്നത്. നമ്മളത് റിവേഴ്സ് ക്യാമറ ആക്സസറിയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, സോഫ്റ്റ്വെയർ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ഇടുമ്പോൾ ചെയ്യാൻ പറ്റും. നിലവില് പിന്നെ ഇപ്പൊ പവർ സപ്ലൈയുടെ ഒരു ഇതും അതേപോലെ USB ഒരു കണക്ട് ബോർഡും, ഇത് ഓക്സിജൻ ആയിരിക്കും അല്ലേ? ഓക്കെ. പിന്നെ ഇത് എന്തിനു ഓൺ കൺട്രോൾസ് പറഞ്ഞാൽ കോ-ഡ്രൈവർ സൈഡ് എയർ ബാഗ്, അതും ഇതിൽ കൺട്രോൾ ചെയ്യാം. അല്ലല്ല, അത് വാണിംഗ് ലൈറ്റ് ആണ്. ഇതിപ്പോ ഓണാണ്, ഓഫ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ലൈറ്റിംഗ് ആണ് കാണിച്ചത്. ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാത്ത കാരണമാണ്. ഓക്യുപ്പന്റ് ഉണ്ടായിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ വാണിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ റണ്ണിങ്ങിൽ നമുക്ക് അവിടെയും കിട്ടും, വാണിംഗ് വന്നോണ്ടിരിക്കും. ട്രാക്ഷൻ കൺട്രോള് അല്ലെങ്കിൽ ABS സംഗതിക്ക് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് ആണ്. ഇതിപ്പോ നോർമൽ നമ്മൾ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഷോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. പിന്നെ ഹിൽ ഡിസെൻഡ് ഇതിപ്പോ നമ്മൾ ഇട്ടത് ഡോർ ലോക്ക്. ഇതില് പിന്നെ കൺട്രോൾ ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. നമുക്ക് കൂടെ ഇതിന്റെ ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. ഓട്ടോ AC വരുന്നില്ല ഇതില്, ഓട്ടോ AC ഇല്ല, ക്ലൈമറ്റ് കൺട്രോൾ അല്ല. അപ്പൊ നമ്മൾ എത്രയിലേക്ക്, അപ്പൊ ഞാൻ ചോദിക്കുന്നത് ആ കൺട്രോൾ ഇതില് കാണിക്കുക അല്ലെങ്കിൽ ഏസിയുടെ ടെമ്പറേച്ചർ കൺട്രോൾ ഇവിടെ വരുന്നുണ്ട്, ഫ്ലോർ കൺട്രോൾ വരുന്നുണ്ട്. അത്ര ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ഇങ്ങനെ കണ്ടപ്പോഴേ ഇത് ക്ലൈമറ്റ് കൺട്രോൾ സാധാരണ ഓപ്പറേറ്റഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കാണുമ്പോ തന്നെ ഭംഗിയുണ്ട്. ഫ്രണ്ട് റിയർ ഡീഫോഗ് ഉണ്ട്. പിന്നെ AC വെന്റ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് വൈസിലൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം. ഓഫ് ആയില്ലേ? വെന്റ് ക്ലോസ് ചെയ്യാം, ഓപ്പൺ ചെയ്യാൻ ആന്റി ക്ലോക്ക് വൈസ് തിരിച്ചാൽ ടൈറ്റ് ഉണ്ടോ? ഓക്കെ. അപ്പൊ അത് വഴി. പിന്നെ ഇനിയിപ്പോ ഇതില് സെറ്റിംഗ്സ് മറ്റേ നമ്മുടെ വെഹിക്കിൾ ഇൻഫർമേഷൻ, മനസ്സിലായി, മോഡുകൾ ഡയറക്റ്റ് ആക്കാനുള്ള ഒരു സ്വിച്ചസ് ഉണ്ട്. പിന്നെ ഫേവറേറ്റ് ആയിട്ട് വേണമെങ്കിൽ അതിലേക്ക് ഇടാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള ഏതാ വേണമെങ്കിൽ ഇപ്പൊ ഈക്വലൈസർ ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഏത് ഇതിൽ പോയിട്ട് ഈക്വലൈസർ ഇട്ട്. പിന്നെ സെറ്റ് മഹീന്ദ്രയുടെ തന്നെ വരുന്നത് അല്ലേ? ബ്രാൻഡ് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് എല്ലാം കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കാര്യങ്ങളും സംഭവങ്ങളും ഓക്കെ. അപ്പൊ ഇനിയിപ്പോ വണ്ടി ഒന്ന് ബുക്ക് ചെയ്യാം. അപ്പൊ അതിനുള്ള പരിപാടികളൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ.
പാട്ടാണോ അവനവൻ കുരുക്കുന്ന കുരു കഴിച്ച് ഇതില് നമ്മള് അഡ്രസ് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് എമൗണ്ട് 21,000 ആണ്. അത് നമ്മള് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മള് ഇവിടെ പ്രൈസ് എന്നാണ് ബില്ല് ചെയ്യുന്നത് അപ്പോഴത്തേക്കാണ് ഓൺറോഡ് പ്രൈസിങ് വരിക. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് പ്രൈസ് പുതിയ 24 പ്രൈസിങ് വന്നിട്ടില്ല. മനസ്സിലായി. അപ്പൊ അതാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നിലവില് ഇവര് വില തന്നിട്ടില്ല നമുക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ 2024 പ്രൈസ് ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ വരുമ്പോ അത് എത്രയാണെന്ന് വെച്ചാൽ കോട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു ഡിസ്കൗണ്ട് ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡീല് പറഞ്ഞു. ആ സമയത്ത് ഇവര് കപ്പൽ മിഠായി തരാനൊക്കെ പറഞ്ഞ അവിടെ അടിയോ ബുക്കിംഗ് അപ്പൊ നിലവില് പാട്ടൊന്നും വന്നിട്ടില്ലല്ലോ. കേട്ടിട്ടില്ല. മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റും, അപ്പനെ കേൾക്കാൻ പറ്റില്ല. ഗുലുമാലിന്റെ പാട്ട് ഇല്ല. അപ്പൊ സംഭവം ബുക്ക് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ പിന്നെ ചായ കുടിക്കുക ആദ്യം. വേണ്ട, എനിക്ക് വീഡിയോ പിടിക്കാനാ. ആണോ? അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്തിട്ടുള്ളതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ തന്നു. അത് വണ്ടിയുടെ മുന്നിൽ വെച്ച് തരുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ എടുത്ത കാരണം വീഡിയോ പിടിച്ചില്ല. അപ്പോൾ എന്തായാലും ഇവരിറങ്ങാൻ ഇനി താറ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണണ്ടേ പുറത്ത് നിന്നിട്ട്. അതെൻ്റെ കുഴപ്പമൊന്നുമില്ല. 2 DRL ഉണ്ട് കേട്ടോ മുത്ത ഫ്രണ്ടിലെ. നീ ഇത് എപ്പോഴും അപ്പുറത്തെ പറമ്പിലാണല്ലോ പോയി നിൽക്കണേ. എന്താ കാരണം? അപ്പുറത്തെ പറമ്പിലാണ് പോയി നിൽക്കണേ. ഇഷ്ടം പോലെ സ്ഥലമാണ് ഗൈസ്. ഒന്നും നോക്കാനില്ല. അയ്യോ, സിമ്പിളാണ്, സിമ്പിള്, ഒരു പ്രശ്നമില്ല. കണ്ട പോവാ ഇഷ്ടം പോലെ സ്ഥല. അല്ല, ഞാൻ വിചാരിച്ചു ഇത്രയും ടഫാവുന്നാ. ഒരു പ്രശ്നമില്ല. എക്സിവിന്റെ ഒന്നും പകുതി ബുദ്ധിമുട്ടില്ല. അത് തന്നെയല്ലേ ഇവിടുന്ന് ഒറ്റയടിക്ക് സിമ്പിളായിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ എന്തായാലും കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം അങ്ങനെ പൂവണിഞ്ഞു. അവർ പറഞ്ഞ 4 മാസമാണ് വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 4 മാസം ആവില്ല. അതിന് മുന്നേ ഇവർ ഫോൺ വിളിച്ച് പറയും, സാർ വേറൊരാളുടെ വണ്ടി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആ കളർ അല്ലെങ്കിൽ ഈ കളർ എടുക്കാൻ പറ്റുമോ, ഇതിങ്ങനെയാണ്, അത് എടുക്കുമോ സാർ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള വേരിയൻ്റ് അല്ല, അങ്ങനെയൊക്കെ വിളിക്കും. പക്ഷെ നമ്മൾ ഇതിലൊന്നും സമ്മതിക്കില്ല. ഇപ്പോഴേ തീരുമാനം എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളറ് താറ്, 2 വീൽ ഡ്രൈവ്. അതെ, 2 വീൽ ഡ്രൈവ്. പിന്നെന്താ, അതന്നെ ഇപ്പം നമ്മൾ ടോപ്പിൻ്റെ മോഡല്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സാധനം ഒപ്പിട്ട് കടലാസ് മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഒരു 21,000 രൂപയും അവർ മേടിച്ച് കൊണ്ടുപോയിട്ട് ബുക്കിംഗ് കോസ്റ്റായിട്ട്. അപ്പോൾ 1 മാസം 2 മാസം വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ സ്വിഫ്റ്റ് ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ കൊടുത്ത് കാശ് മേടിക്കുകയും ചെയ്യും. അല്ല, ഇനി നമ്മൾ ഉദ്ദേശിച്ച വില കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇത് വീട്ടിലിടുകയും ചെയ്യും. നമ്മൾ കൊടുക്കണില്ല. അത് തന്നെ. നെക്സ്റ്റ് മാഡ്മാൻ വരില്ലേ, ബെടാ ബിഗ് മാഡ്, വലിയ മുദ്ദു പ്രാന്തന ഇനി വരാൻ പോണേ. അപ്പൊ ഇത് പ്രാന്തനും അത് അവന് ഞാൻ തന്നെ ഓടിച്ചപ്പോ ഓരോ ഹമ്പൊക്കെ ചോടുമ്പോ അവനൊരു ഒന്നുമില്ല. ഞാൻ ഇപ്പൊ ആ സൈഡിൽ കൂടെ കട്ടറിൽ കൂടെ ഒക്കെ ഇറക്കി ഓടിച്ചു, അതുപോലെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഒന്നും അറിയണില്ല ഗൈസ്. അപ്പൊ എന്തായാലും അടിപൊളി. കാറ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് വണ്ടി അല്ലെങ്കിലും, അതായത് നമ്മൾ എടുക്കുന്ന 2 വീൽ ഓഫ് റോഡ് അല്ലെങ്കിലും നമ്മൾ ഓഫ് റോഡ് ആക്കും ഗൈസ്. നമ്മള് എല്ലായിടത്തേക്കും കൊണ്ട് ചാടിച്ചിട്ടുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ പുതിയ വീഡിയോ അതന്നെ. സീറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കിടക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടില്ലേ, ഒരു ലോങ് ട്രിപ്പ് അടിക്കാൻ പോകാറില്ല അല്ലേ? മറ്റേ സ്കൂളൊന്നും വേണ്ട, പോട്ടെ കിട് അല്ലേ? ആന്ന് ഞാൻ പശിക്ക് പറഞ്ഞതാ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? എല്ലാ സംഭവം ചെയ്ത് പൊരിയാക്കിയുള്ളൂ കേട്ടാ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത സംഘടന. അതുവരെയ്ക്കും ബൈ 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 ബൈ.